പാഠശാലയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് വിഭാഗത്തിലെ 5 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 5 ക്വസ്റ്റ്യൻസും തയ്യാറാക്കിയിട്ടുള്ളത് PSCയുടെ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ചാണ്. എല്ലാ ക്വസ്റ്റ്യൻസും എടുത്തിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെയാണെങ്കിലും ഈ പാറ്റേൺ ജസ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പുതിയൊരു രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ 1 ആൻഡ് ക്വസ്റ്റ്യൻ 2. ഔട്ട് ഓഫ് ദി 4 ആൾട്ടർനേറ്റീവ്സ് ചൂസ് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ ദ മീനിങ് ടു ദ വേർഡ്. അതായത് ക്വസ്റ്റ്യൻ 1നും ക്വസ്റ്റ്യൻ 2നും 4 ആൾട്ടർനേറ്റീവ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഓപ്പോസിറ്റ് വേർഡ് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഡയറക്ഷനാണ് തന്നിട്ടുള്ളത്. സാധാരണ ഈ ക്വസ്റ്റ്യൻ PSC ഡയറക്റ്റായിട്ട് ചൂസ് ദ ഓപ്പോസിറ്റ് വേർഡ് എന്ന രീതിയിലാണ് തരാറ്. ഇത് നമ്മൾ പുതിയ രീതിയിൽ ഡയറക്ഷൻ തന്നിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ പാറ്റേൺ ചേഞ്ച് ചെയ്തു വരാൻ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡോണ്ട്ലെസ്സിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാണെന്നാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഓപ്ഷൻ A കോഷ്യസ്, ഓപ്ഷൻ B തോട്ട്ഫുൾ, C ട്രപ്പിഡ്, D അനർക്കി. ഒരു 10 സെക്കൻഡ് സമയം നമുക്കുണ്ട്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആൻസർ ഓപ്ഷൻ C ആണ്. ട്രപ്പിഡ് ആണ് ഡോണ്ട്ലെസ്സിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്. അതുപോലെ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 2 നോക്കാം. വെർച്വസ് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു 10 സെക്കൻഡ് സമയം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓപ്ഷൻ B ആണ് ആൻസർ. സിൻഫുൾ എന്നുള്ളതാണ് വെർച്വസിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ നമുക്ക് ഈ വേർഡ്സിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽസ് ജസ്റ്റ് നോക്കാം. വെർച്വസ് എന്ന് പറഞ്ഞാൽ ഹാവിങ് ഹൈ മോറൽ സ്റ്റാൻഡേർഡ്സ് എന്നാണ്. മലയാളത്തിൽ സദ്ഗുണമുള്ള, നല്ല സ്വഭാവമുള്ള എന്നൊക്കെയാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോബിൻ കൺസിഡേർഡ് ഹിംസെൽഫ് വെരി വെർച്വസ് ബിക്കോസ് ഹി നെയ്തർ ഡ്രാങ്ക് നോർ സ്മോക്ക്. ഇതിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന വെർച്വസിൻ്റെ ആശയം എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് സിൻഫുൾ എന്നുള്ളത്. പാപകരമായ എന്നുള്ളത് മലയാള അർത്ഥം. അതായത് പാപകരമായ ക്യാരക്ടർ കാണിക്കുന്ന, സിൻസ് കാണിക്കുന്ന ഒരു ആശയമാണ് സിൻഫുൾ എന്നുള്ളതിൽ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥം അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ആ ക്വസ്റ്റ്യൻ നേരിടാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ 1ൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡോണ്ട്ലെസ്സിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ട്രപ്പിഡ്. ഡോണ്ട്ലെസ് എന്നാൽ ഷോയിങ് ഫിയർലെസ്നെസ് എന്നാണ്, ഭയമില്ലാത്ത അവസ്ഥ എന്നുള്ളതാണ്. ട്രപ്പിഡ് എന്നാൽ ഫിയർഫുൾ എന്നാണ്, ഭയം. അപ്പോൾ ഡോണ്ട്ലെസ്സിൻ്റെ ഓപ്പോസിറ്റ് വേർഡായിട്ട് വരുന്നത് ട്രപ്പിഡാണ്. ഇപ്പോൾ നമുക്ക് 4 വേർഡ്സിനെയും അർത്ഥം മനസ്സിലായി. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ 1ഉം ക്വസ്റ്റ്യൻ 2 ഒന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കാം. ഇപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ 1 നമുക്കറിയാം, പെട്ടെന്ന് തന്നെ ഓപ്ഷൻ C നമ്മൾ സെലക്ട് ചെയ്യും, അതിൻ്റെ അർത്ഥം അറിഞ്ഞിരുന്നാൽ. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ 2 നമ്മൾ പെട്ടെന്ന് തന്നെ ഓപ്ഷൻ B സെലക്ട് ചെയ്യും, സിൻഫുളിൻ്റെ അർത്ഥം നമുക്ക് അറിഞ്ഞിരുന്നാൽ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ 3ലേക്ക് പോകാം. ഇവിടെ ഡയറക്ഷൻ തന്നിട്ടുള്ളത് റീഅറേഞ്ച് ദ പാർട്സ് ഓഫ് ദി സെൻറ്റൻസ് ഇൻ കറക്റ്റ് ഓർഡർ എന്നുള്ളതാണ്. ഒന്നുമില്ല, നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിരിക്കും. ആ ഓപ്ഷൻസിനെ കറക്റ്റ് ഓർഡർ റീഅറേഞ്ച് കൊടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. എ കോൺട്രാക്ടർ ബിൽഡിങ് എ ബ്രിഡ്ജ്. ഒരു കോൺട്രാക്ടർ ഒരു ബ്രിഡ്ജ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെൻറ്റൻസ് തന്നെയാണ് താഴെയും തന്നിരിക്കുന്നത്. അതിനെ കറക്റ്റ് ഓർഡറിലാക്കി റീഅറേഞ്ച് ചെയ്യുക, അതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു 10 സെക്കൻഡ് സമയമുണ്ട്. ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 ആണ് ആൻസറായി വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ
നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഒന്നോ രണ്ടോ തവണ തന്നിട്ടുള്ള ഓപ്ഷൻസ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും പൂർണ്ണ അർത്ഥം കിട്ടുന്നത് എപ്പോഴാണെന്ന്. അല്ലാതെ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നിട്ടുള്ള ആൻസർ ഓപ്ഷനിൽ നിന്നും നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമ്മൾ ABC ആണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഒന്ന് ഓടിച്ച് നോക്കുക. ABC ഫൈൻഡ് ഈസി ടു കോംപ്രിഹെൻഡ്, പിക്സ് ദ ബെസ്റ്റ് പ്ലാൻ ആൻഡ് നോട്ട് ദ വൺ ദാറ്റ് മോട്ടോറിസ്. അത് നമുക്കൊരു പൂർണ്ണമായ അർത്ഥം തരുന്നില്ല. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം, BCA. ഫസ്റ്റ് B, പിക്സ് ദ ബെസ്റ്റ് പ്ലാൻ ആൻഡ് നോട്ട് ദ വൺ മോട്ടോറിസ് ഫൈൻഡ് ഈസി ടു കോംപ്രിഹെൻഡ്. അത് നമുക്കൊരു പൂർണ്ണമായിട്ടുള്ള അർത്ഥം തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ ആവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം, ACB, ഫൈൻഡ് ഈസി ടു കോംപ്രിഹെൻഡ്, പിക്സ് ദ ബെസ്റ്റ് പ്ലാൻ വൺ ദാറ്റ് മോട്ടോറിസ്. പക്ഷെ അത് പൂർണ്ണമായ അർത്ഥം തരുന്നില്ല, അപ്പോൾ ആ ഓപ്ഷൻ അല്ല. നാലാമത്തെ ഓപ്ഷൻ CBA ആണ്, ആൻഡ് നോട്ട് ദ വൺ ദാറ്റ് മോട്ടോറിസ്, പിക്സ് ദ ബെസ്റ്റ് പ്ലാൻ ഫൈൻഡ് ഈസി ടു കോംപ്രിഹെൻഡ്. നമുക്ക് ഉറപ്പാണ് ഈ ഓപ്ഷൻ അല്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ 2 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് പറയുന്നത് സെലക്ട് ദ ആൾട്ടർനേറ്റീവ് വിച്ച് ഈസ് ദ ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഫ്രേസ്. സെലക്ട് ദ ആൾട്ടർനേറ്റീവ് വിച്ച് ഈസ് ദ ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ ഫ്രേസ്. താഴെ തന്നിരിക്കുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, ആ സെൻറ്റൻസിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് ഒറ്റ വാക്കുണ്ട്, അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസ് വായിച്ച് നോക്കാം. റെസ്ക്യൂ ഓഫ് എ റെക്ക്ഡ് ഷിപ്പ് ഓർ കാർഗോ. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിക്കണം. അപ്പോൾ അതിന് ഒറ്റ വാക്കിൽ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു 30 സെക്കൻഡ് സമയമുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഓപ്ഷൻസ് നിങ്ങൾ മനസ്സിൽ കുറിച്ച് വെക്കുക. ഇവിടെ ഓപ്ഷൻ 3 ആണ് ആൻസറായി വന്നിരിക്കുന്നത്. ഓപ്ഷൻ 3A ആണ്. A എന്ന് പറയുന്നത് സാൽവേജ്. സാൽവേജ് എന്നുള്ളതിൻ്റെ അർത്ഥം റെസ്ക്യൂ ഓഫ് റെക്ക്ഡ് ഷിപ്പ് ഓർ കാർഗോ, അല്ലെങ്കിൽ റെസ്ക്യൂ ഓഫ് റെക്ക്ഡ് ഷിപ്പ് ഓർ കാർഗോ എന്നുള്ളതിൻ്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് സാൽവേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റുള്ള ഓപ്ഷനുകളുടെ മീനിങ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫോർഫീറ്റ്, എ ഫൈൻ ഓർ പെനാൽറ്റി ഫോർ റോങ് ഡൂയിങ്. എ ഫൈൻ ഓർ പെനാൽറ്റി ഫോർ റോങ് ഡൂയിങ്. ഫോർഫീറ്റ് എന്നുള്ള മീനിങ് ഇതാണ്. യാറ്റ്, എ ലാർജ് ബോട്ട് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ റൈസിങ് ഓർ പ്ലഷർ. അതുപോലെ ഷ്രെഡ്, എ സ്ട്രിപ്പ് ഓഫ് മെറ്റീരിയൽ സച്ച് ആസ് പേപ്പർ, ക്ലോത്ത്, ഫുഡ് ദാറ്റ് ഹാസ് ബീൻ കട്ട് ഓർ സ്ക്രേപ്ഡ് ഫ്രം സംതിങ് ലാർജർ. അതുപോലെ സാൽവേജിൻ്റെ അർത്ഥം റെസ്ക്യൂ ഓഫ് റെക്ക്ഡ് ഷിപ്പ് ഓർ കാർഗോ. ഈ നാലിൻ്റെയും നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇത്രയും അർത്ഥം അറിഞ്ഞിരുന്നു കൊണ്ട് നമ്മൾ ആ ക്വസ്റ്റിനെ ഫേസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഓപ്ഷൻ 3 എന്ന് നമ്മൾ സെലക്ട് ചെയ്യും. ഇനി നമ്മൾ ഫൈനൽ ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഇൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ സെൻറ്റൻസ് ഗിവൺ വിത്ത് ദ ബ്ലാങ്ക് ടു ബി ഫിൽഡ് ഇൻ വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ്. അടുത്ത ക്വസ്റ്റ്യനിൽ ഒരു സെൻറ്റൻസിൽ ഒരു ബ്ലാങ്ക് തന്നിട്ടുണ്ട്, അവിടെ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു വേർഡ് ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് ഒന്ന് വായിച്ച് നോക്കാം. ദ സ്റ്റാച്യു വാസ് സോ ഡാഷ് ദാറ്റ് പീപ്പിൾ സ്റ്റാർഡ് അറ്റ് ഇറ്റ് ഇൻ ഹൊറർ. അപ്പോൾ നമുക്ക് താഴെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ A എക്സ്ക്യൂസേറ്റ്, ഓപ്ഷൻ B ബീറ്റിഫിക്, ഓപ്ഷൻ C കുംബർസം, ഓപ്ഷൻ D ഗ്രോട്ടസ്ക്യൂ. ഈ 4ൻ്റെയും അർത്ഥം നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് എളുപ്പത്തിൽ ഓപ്ഷനിലേക്ക് എത്താം. നമുക്കൊരു 60 സെക്കൻഡ് സമയമുണ്ട്. ഇച്ചിരി പാടായിട്ടുള്ള ക്വസ്റ്റ്യൻ തോന്നുന്നു, അതുകൊണ്ടാണ് 60 സെക്കൻഡ് തന്നിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഓപ്ഷൻ നിങ്ങൾ മനസ്സിൽ കുറിച്ച് വെക്കുക. ഓപ്ഷൻ 4 ആണ് ആൻസറായി വന്നിട്ടുള്ളത്. ഓപ്ഷൻ 4 എന്ന് പറയുമ്പോൾ D ആണ് ആൻസർ. ഗ്രോട്ടസ്ക്യൂ എന്നുള്ള ആണ് നമ്മളുടെ അവിടെ ബ്ലാങ്ക് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ദ സ്റ്റാച്യു വാസ് സോ ഗ്രോട്ടസ്ക്യൂ ദാറ്റ് പീപ്പിൾ സ്റ്റാർഡ് അറ്റ് ഇറ്റ് ഇൻ ഹൊറർ. ദ സ്റ്റാച്യു വാസ് സോ ഗ്രോട്ടസ്ക്യൂ ദാറ്റ് പീപ്പിൾ സ്റ്റാർഡ് അറ്റ് ഇറ്റ് ഇൻ ഹൊറർ. ഇതാണ് സെൻറ്റൻസ്. ഇനി നമുക്കിതിൻ്റെ അർത്ഥം അറിഞ്ഞിരുന്നാൽ നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളാണ്. അതുകൊണ്ട് നമുക്കിതിന്
വിശദമായിട്ടൊന്ന് അർത്ഥം നോക്കാം. എക്സ്ക്യൂസൈറ്റ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആൻഡ് ഡെലിക്കേറ്റ് എന്നാണ്. വിശിഷ്ടമായിട്ടുള്ള എന്നുള്ളതാണ് നമുക്ക് മലയാളത്തിൽ അതിനെ പറയാവുന്നത്. എക്സ്ക്യൂസൈറ്റ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആൻഡ് ഡെലിക്കേറ്റ്, വിശിഷ്ടമായ. അതുപോലെ ഗ്രോട്ടസ്ക്യൂ എന്നുള്ളതിൻ്റെ അർത്ഥം ഡിസ്ക്രൈബ് തിങ് ദാറ്റ് ആർ വെരി സ്ട്രേഞ്ച് ആൻഡ് അഗ്ലി ഇൻ എ നാച്ചുറൽ വേ. വിചിത്രമായ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, അതാണ് ഗ്രോട്ടസ്ക്യൂ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് മറ്റു ഓപ്ഷൻസുകളും ഒന്ന് നോക്കാം. കുംബർസം. കുംബർസം എന്ന് പറയുന്നത് ലാർജ് ഓർ ഹെവി ആൻഡ് ദെയർഫോർ ഡിഫിക്കൽട്ട് ടു ക്യാരി ഓർ യൂസ്. നമുക്ക് കൊണ്ടുപോകാനും പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ കുംബർസം എന്ന് പറയുന്നത്. അതുപോലെ ബീറ്റിഫിക്. ബീറ്റിഫിക്കിൻ്റെ അർത്ഥം ഫീലിംഗ് ഓർ എക്സ്പ്രസിങ് പീസ്ഫുൾ ഹാപ്പിനെസ്. ബീറ്റിഫിക് എന്നാൽ ഫീലിംഗ് ഓർ എക്സ്പ്രസിങ് പീസ്ഫുൾ ഹാപ്പിനെസ്, ഏറ്റവും ഭംഗിയുള്ള ഒരു ഫീലിംഗ് ഓർ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് ബീറ്റിഫിക് എന്ന് പറയുന്നത്. ഇത്രയും അർത്ഥം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കാം. ദ സ്റ്റാച്യു വാസ് സോ ബ്ലാങ്ക് ദാറ്റ് പീപ്പിൾ സ്റ്റാർഡ് അറ്റ് ഇറ്റ് ഹൊറർ. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കിയാൽ നമുക്ക് ഇതിന് 4ൻ്റെയും അർത്ഥം അറിയും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഓപ്ഷൻ ഡി സെലക്ട് ചെയ്യും. ഇങ്ങനെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഈ 5 ക്വസ്റ്റ്യൻസും നമ്മൾ പുതിയൊരു പാറ്റേൺ എന്നുള്ള രീതിയിലാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സീരീസിൽ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ രീതിയിലുള്ള ഒരു പാറ്റേൺ അനുസരിച്ചാണ്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് പുതിയ രീതിയിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമെന്ന് ഡിസ്കസ് ചെയ്യാം. അതുപോലെ നിങ്ങൾ പുതിയ ഇൻഫർമേഷനൊക്കെ അറിയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അതുപോലെ അത് ഈ സീരീസിൽ ഉൾപ്പെടുത്തുവാനും മറ്റുള്ളവർക്കൊക്കെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് ചാനൽ പുതിയ സീരീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. എല്ലാവർക്കും നല്ലൊരു പഠനം ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നമസ്കാരം.